ജനാർദ്ദനക്കുറിപ്പാണ്. മോഹിനി ഉച്ചാടന മന്ത്രം. മന്ത്രസിദ്ധി തന്ത്രത്തിൽ തമിഴ് മാന്ത്രിക കൽപ്പത്തിലെ 596 പേജ് 32 മോഹിനി ഉച്ചാടന മന്ത്രം. മന്ത്രം ശ്രീ മായാമോഹിനി ഓം ഓംകാരമോഹിനി ഉമാപുത്രി കൈലാസമോഹിനി ഇന്ദ്രലോകമോഹിനി ആനന്ദമോഹിനി മഹാഭൈരവി മലയാളജന്നി മന്ത്രക്ഷണിയാനമോഹിനി കേട്ട എനക്ക് വശമാക ഹൂഹ. ദിവസവും 5000 ജപിക്കണം. ഈ വിധം 1,00,000 ജപിച്ചാൽ സിദ്ധിയാകും. പൂജാവിധി: ചന്ദനപ്പലയിലെ ഒരു രൂപം ചെയ്ത് പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് നാർമടി പട്ടുവേഷ്ടി കെട്ടി കീഴോട്ട് നോക്കി വെറ്റിലക്കപ്പാക്ക് പഴം തേങ്ങ പനിനീർ ചന്ദനം കുങ്കുമം പലയ്ക്ക് മഞ്ഞൾ പൂശി കുങ്കുമം പൊട്ടിട്ട് പുഷ്പം ചാർത്തി കർപ്പൂരം സാമ്പ്രാണി ധൂപം കാണിച്ച് ദീപാരാധന ചെയ്യണം. നാം ആഗ്രഹിക്കുന്ന സാധനം വന്നു കിട്ടണമെന്ന് വിചാരിച്ച് അതിൻ്റെ പേരെഴുതി 5000 തവണ മുൻ മന്ത്രം ജപിക്കണം. എന്നാൽ ആ സാധനം കൊണ്ടുവന്ന് തരും. നാം ആഗ്രഹിക്കുന്ന ആളുടെ പേര് ഓരോ ഓലത്തുമ്പിൽ എഴുതി വെച്ച് മേൽപ്രകാരം പൂജിച്ച് മന്ത്രം ചൊല്ലി പിച്ചിപ്പൂ കൊണ്ട് ജപം ചെയ്താൽ രാത്രിയിൽ നമ്മുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരും. 80 ഉണ്മൈ. 33 ഉടൽ മുഴുവൻ കെട്ടും മന്ത്രം. തിരുനെയ്യ് കയ്യിലെടുത്ത് വടക്കോട്ട് നോക്കിയിരുന്ന് ഓം ഭഗവതിയെ എന്ന് വിളിച്ച് ദേഹത്തിൽ മുഴുവനും പൂശി അഹങ്കാരക്കാളി തിരുക്കാളി ഉഗ്രകാളി മോടിക്കാളി റീങ്കാളി പ്രകാശകാളി മഹേശ്വരി കാളി പ്രകാശനകാളി ഹുരികാളി ശിവക്കാളി മായ വിനോദക്കാളി എല്ലായിടവും നിറന്തക്കാളി ഓം ശ്രീം റീം കാത്തുരക്ഷിക്ക സ്വാഹ. ഈ മന്ത്രം 21 തവണ ജപിച്ച് വിഭൂതിയാലെ താൻ ഇരിക്കുന്നതിന് ചുറ്റും വീശിക്കൊണ്ടാൽ വേറെ ഏത് മന്ത്രവാദിയും ഏതുവിധം മന്ത്രവാദം ചെയ്താലും നമ്മൾക്ക് അത് അടുക്കുകയില്ല. അത് സത്യമായ കാര്യമാണ്. സിദ്ധിയും ഉണ്ടാകും. 34 രക്തക്കാട്ടേരി വശം. കൊള്ളുക്കായ് വളച്ചെടിക്ക് കാപ്പുകെട്ടി ശാപനിവൃത്തി ചെയ്ത് ബലിയിട്ട് തായ്വേര് മുറിയാതെ പറിച്ചെടുത്ത് താഴെ പറയുന്ന മന്ത്രത്തെ 1008 ജപിച്ച് ശത്രുവിൻ്റെ വീടിന് പുറകിൽ കൊണ്ടിടണം. മന്ത്രം ഓം രക്തക്കാട്ടേരി മൗവും സൗവും രക്തകാളി ഭദ്രകാളി വാവ ഞാൻ നിനയിത്ത പേരെ കൊല്ലുകൊല്ല് ജാടു മുടുക്കി അവരെ വിടാതെ മുന്നും പിന്നും അടക്കി ഉദിരത്തെ ഊത്ത് ഞാൻ നിനത്തപ്പേര് എന്നിടത്ത് ശത്രുവിൻ്റെ പേര് ചേർത്ത് ജപിക്കാം. ഫലം: ശത്രുവിന് ഉദരരോഗം ബാധിച്ച് കഷ്ടപ്പെടും. സമയം പോലെ അവൾ എന്ന് പറഞ്ഞുകൊള്ളണം. 35 നിലംപുരണ്ടി. നിലംപുരണ്ടി എന്ന ചെടി രക്തമൂലികയെ പോലെ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ്റെ മണം കേട്ടിട്ടുണ്ടെങ്കിൽ അത് മണ്ണിലേക്ക് താഴ്ന്നു മറിഞ്ഞു പോകും. അതാണ് ഈ ചെടിക്ക് നിലംപുരണ്ടി എന്ന് പേര് വന്നത്. അതിനെ കണ്ടുപിടിക്കാൻ ചെറിയ തേറ്റാങ്കൊട്ടക്കായ കയ്യിൽ വെച്ച് നടന്നു പോകണം. നിലംപുരണ്ടി ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തേറ്റാങ്കൊട്ട 2ആയി പിളരും. ആ സമയത്ത് സൂക്ഷ്മമായി ഭൂമിയിൽ നോക്കിയാൽ ആ മൂലികയെ നമ്മുടെ കണ്ണിൽപ്പെടും. നമ്മുടെ കയ്യിലിരിക്കുന്ന തേറ്റാങ്കൊട്ടയുടെ മഹിമ കൊണ്ട് ചെടിക്ക് താണുപോകാൻ കഴിയുകയില്ല. താണുപോകുന്നത് കൊണ്ട് സ്ഥലം മറിഞ്ഞ് പറിച്ചെടുക്കാം. പുതയ്യൽ മെയ്യ് മഷി. ഈ നിലംപുരണ്ടിക്ക് ഞായറാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ചകളിൽ സൂര്യോദയത്തിന് മുമ്പേ ചെന്ന് ആ ചെടിക്ക് ക്രമപ്പടി ശാപനിവൃത്തി വരുത്തി ഉയർ കൊടുത്ത് ബലി പൊങ്കൽ ധൂപദീപം കാട്ടി പറിച്ചെടുത്ത് കുഴിത്തൈലമിറക്കി പച്ചക്കർപ്പൂരം ഗോരോചനം ശവ്വാദിവ 3 പൊടിച്ചു ചേർത്ത് കുഴച്ച് ചിമിഴിൽ നല്ല അടപ്പുള്ള ചെറിയ പാത്രം വെച്ച് ആവശ്യമുള്ളപ്പോൾ ഒരു പയറുമണി അത്ര വലുപ്പത്തിലെടുത്ത് വെറ്റിലയിൽ തടവി നോക്കണം. ചിന്തിക്കുന്ന കാര്യത്തിൽ നിജസ്ഥിതി അതിൽ കാണാനാകും. നിലംപുരണ്ടി ഒരു തണ്ടിൽ 8 ദിക്കിലേക്കും പടർന്ന ചെടിയാണ്. ഓരോ തണ്ടിന് ഇരുവശത്തും തേറ്റാൻ മരം 20-25 അടി പൊക്കത്തിൽ വളരുന്ന മരമാണ്. ഇല കാണും. മഞ്ഞപ്പൂവാണ്. സുബ്രഹ്മണ്യർ ഉച്ചാടന മന്ത്രം. 36 ഓം ഭഗവതി പുത്ര വേലായുധ കന്ത അറുമുഖ കടവുളെ പഴനിമലയാനെ സുബ്രഹ്മണ്യനെ വേഗത്തിൽ വന്നൻ മനോഅഭിഷ്ടം സാധിക്കിറുക്ക ശരവണഭവ. മൂലമന്ത്രം ഓം ഐം ക്ലീം സൗ റീം ശ്രീം ഷൺമുഖദേവ വശി സ്വാഹ. 1008 ജപം. ചക്രം. ചന്ദനപ്പലയിൽ 9 വിരൽ 6 കോൺ ചക്രം എഴുതി കോണിൽ ശരവണഭവ എന്നെഴുതണം. അതിന് പുറത്ത് ശ്രീ എന്ന് 6 എണ്ണത്തിൽ എഴുതണം. കിഴക്ക് 2 വാതിൽ പണിയണം. ഈ ചക്രത്തിന് വെള്ളം പുഷ്പങ്ങൾ കൊണ്ട് മന്ത്രം ജപിച്ചിടണം. പൂജ മുൻപ് പറഞ്ഞിട്ടുള്ള വിധം ചെയ്യാം. സിദ്ധിയാകും. ഏത് കാര്യം ചിന്തിച്ചാണ് ചെയ്യുന്നത് ആ കാര്യം നടന്നു കിട്ടും. വാലയ്യമ്മൻ ഉച്ചാടന മന്ത്രം. തിരുവരുസുന്ദരി. പൂജാവിധി: 51 അക്ഷരാണി കലിത്ത നൂൽ ദേവതാമാകുന്ന ഷാഗി കൊമ്പത്തൻ
പുടുംപൂക്കും കുസുമക്കൈയിൽ ഏന്തുന്ന തേൻകുഴമ്പേ, ചെമ്പോലത്താർ പണ്ടം പദാർത്ഥ സൗഭാഗ്യവാൻപേ, നിൻ പാദം കുമ്പിട്ടൻ കഴലിണൈ കളയാതീശ്വരി ഭവനീശ്വരി അംബിക ത്രിപുരസുന്ദരി മഹേശ്വരി നിത്യകല്യാണി മഹേശ്വരമർദ്ദിനി കാളികാദേവി ഈശ്വരി ലോകമാത എന്നെ കാപ്പാറ്റൂ. മൂലമന്ത്രം ഓം ശ്രീം ഓം ഓം ക്രീം സൗ ത്രിഭുവനേശ്വരി മമ വശി സ്വഹ. 1,00,000 ജപം ദിവസം 5000 വീതം സിദ്ധിയാകും. ചക്രം ചാണകം കൊണ്ട് തറമെഴുകി മഞ്ഞൾ നൂൽ കൊണ്ട് വട്ടമിട്ട് നൂലിനാൽ മുക്കോണമിട്ട് മുക്കോണത്തിൽ കുങ്കുമം പരത്തി അതിന്മീത് വിഭൂതി കൊണ്ട് ശ്രീം എന്നെഴുതി 3 മൂലയ്ക്കും ശൂലം വരച്ച് പൂജിക്കണം. ദീപം വെച്ച് ചെറിയ മൊന്തയിൽ വെള്ളം വെച്ച് അതിൽ മഞ്ഞൾ കുങ്കുമം വസ്ത്രം നനച്ചു പിഴിഞ്ഞു കെട്ടി വെറും 3 കുമ്പത്തെ ചുറ്റിലും വെച്ച് ശുദ്ധമായ തുണിപ്പന്തം ഉണ്ടാക്കി വെളിച്ചെണ്ണയിൽ നനച്ച് കൊളുത്തി 4 ദിക്കിൽ 4 പന്തവും ചെമ്പ് മൊന്തയിലും വെച്ച് വാഴയിലിട്ട് അവൽ, കടല, പൊരി, പഴം, പച്ചരി പൊങ്കലിട്ട് വെച്ച് വെറ്റിലപ്പാക്ക് പുഷ്പം ചൂടി സാമ്പ്രാണി ധൂപദീപം കാട്ടി ജപിക്കുക. സിദ്ധിയാകും. ഫലം: ദിവസവും രാവിലെയും രാത്രിയിലും കുടിച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്ത് 5000 രൂപ ജപിച്ചു വന്നാൽ ഏതൊരു കുട്ടിച്ചാത്തൻ, ശൂന്യങ്ങൾ, പില്ലി, കണ്ണേറ്, നാവേർ, കരിനാക്ക്, പിശാച്, ഭൂതൻ, ശത്രുക്കളെ അയക്കപ്പെട്ട സർവ്വവിധ ബാധകൾ അടുക്കുകയില്ല. നമഃശിവായ. ഇനി നാളെ.